ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തെ തെരച്ചിലിൽ ആ മരക്കൂമ്പാരത്തിനിടയിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു എന്ന് വിവരം വരുന്നു. ഒരു മൃതദേഹം ലഭിച്ചത് തോടിനപ്പുറത്തെ വശത്ത് നിന്നാണ്. വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. അഷിൻ ഡിയാഗോ, തുടർച്ചയായുള്ള തെരച്ചിൽ നടത്തുകയാണ്. സൈന്യവും ഇപ്പോൾ തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ദുസ്സഹമാണ്. മറ്റൊരു മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇന്നിപ്പോൾ എത്ര മൃതദേഹമാണ് അഷിൻ ഡിയാഗോ ഇത് അടക്കം ഈ പ്രദേശത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്? അരുൺ, നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ്. JCB ഹിറ്റാച്ചികളൊക്കെ തിരിച്ച് ഇവർ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്പസമയം മുമ്പാണ് ഇന്നത്തെ തിരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചത്. ഇന്ന് ഇവർ തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ നിന്ന് മാത്രം ഏതാണ്ട് 7 മൃതശരീരങ്ങൾ, ഒരു മൃതശരീരത്തിന്റെ ഭാഗം, അങ്ങനെ ആണ് ഇന്നത്തെ കണക്കുകൾ. മൊത്തത്തിൽ 39ഓളം മൃതശരീരങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. നാളെയും ഈ തിരച്ചിൽ ഇവിടെ തുടരും. 6 JCB ഉപയോഗിച്ചായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. ഈ തിരച്ചിലിൽ പല ഭാഗങ്ങളിൽ നിന്നായി ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് ഈ വീടോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. കാരണം അവിടെ സ്ത്രീകളുടെ മൃതദേഹമാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്. ഇതിൽ കുട്ടികളുണ്ട്, 10-നും 14 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളുണ്ട്. ബാക്കി സ്ത്രീകളാണ്. 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങളും പിന്നീട് ഒരു മൃതശരീരത്തിന്റെ കാലാണ് കിട്ടിയിട്ടുള്ളത്. തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മരിച്ച ആരെയും തന്നെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവർ ഈ മൃതശരീരങ്ങളെല്ലാം തന്നെ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ തിരച്ചിൽ നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ഈ വില്ലേജ് ഓഫീസിന്റെ പുറകുവശത്തായി ഒരു JCB ആ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ചെളിയിൽ പൂന്തിപ്പോയതാണ്. അത് ഉയർത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഈ JCB അവിടെ പരിശോധന നടത്തുന്നതിന്റെ ഇടയിൽ ആ ചെളിയിൽ ആണ്ടുപോകുന്നത്. പിന്നീട് ഈ JCB ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെങ്കിലും അത് ഉയർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിന്റെ പ്രധാനമായും മറ്റൊരു കാര്യം, ഈ വില്ലേജ് ഓഫീസിന് പുറകിലൂടെ ഓടുന്ന ആ തോടിലേക്കുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിശക്തമായ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം കുതിച്ചു പോകുന്നതും. അങ്ങനെ ആ ഒരു ചെളിയിൽ കൂടിയാണ് ഈ JCB ഇപ്പോൾ പൂന്തിപ്പോയിട്ടുള്ളത്. അത് ഉയർത്താനായി NDRFന്റെ സംഘം ശ്രമം നടത്തുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളമായി ഇവർ അവിടെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. ഇത് താന്നു പോവുകയാണ്. ഒരു വശം മുഴുവനായി ഇത് ചരിഞ്ഞ് പോയിട്ടുണ്ട്. മറ്റ് ഹിറ്റാച്ചികൾ കൂടി അവിടെ എത്തിച്ച് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പുഴയോട്, ഈ തോടോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള പരിശോധന അത് നടത്തുന്നുണ്ട്. ഈ പരിശോധനയിൽ ഈ വനത്തിനോട് ചേർന്ന്, അതായത് ഈ കുളത്തിന് മറുകരയിൽ, ഈ തോടിന് മറുകരയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടി ചേർത്താണ് ഇന്ന് 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രദേശത്ത് മാത്രം, അതായത് ഈ വില്ലേജ് ഓഫീസിന് സമീപത്ത് മാത്രം 6 ഒരെണ്ണം മറുകരയിൽ നിന്ന് ഒരെണ്ണം, അങ്ങനെ 7 മൃതദേഹങ്ങൾ, കൂടാതെ ഒരു മൃതദേഹത്തിന്റെ കാല്. ഇങ്ങനെയാണ് ഇന്നത്തെ കണക്കുകൾ. എന്തായാലും ഇന്ന് പരിശോധന പൂർത്തിയാക്കി. അതായത് അഷിൻ, മെനഞ്ഞാന്ന് 23 മൃതദേഹങ്ങൾ, ഇന്നലെ 9 മൃതദേഹങ്ങൾ 32, ഇന്ന് 7 മൃതദേഹങ്ങൾ 39, ഒപ്പം കാൽഭാഗവും കൂടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 39 മൃതദേഹവും ഒരു ശരീരഭാഗവുമാണ് ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള മരക്കൊമ്പാരത്തിൽ നിന്ന് മാത്രം കിട്ടിയിരിക്കുന്നത്, അല്ലേ? അതെ അരുൺ, ഇവിടുത്തെ ഈ മരക്കൂമ്പാരത്തിന് നടുവിൽ മാത്രം ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണമാണ് ഇപ്പോൾ അരുൺ വ്യക്തമായി പറഞ്ഞത്. അതിൽ മറ്റൊരു കാര്യം, ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ മൃതദേഹം പുറത്തു കിടന്നിരുന്ന മൃതദേഹങ്ങൾ, അത് മണ്ണിൽ താഴാതെ അല്പമെങ്കിലും കാണാൻ കഴിയുന്ന രീതിയിലുണ്ടായിരുന്ന മൃതദേഹങ്ങൾ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരാണ് ഇത് പുറത്തേക്ക് എത്തിച്ചത്. പിന്നീടാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആർമിയുടെ അടക്കം NDRF അടക്കം ഇവിടെ എത്തി തെരച്ചിൽ നടത്തിയത്. ആദ്യം 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് ഭാഗമായിരുന്നു തിരച്ചിൽ. പിന്നീട് അത് വ്യാപിപ്പിക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് ഫുൾ ഫ്ലെഡ്ജിൽ ഇവിടെ പരിശോധന നടത്തുന്നു. സ്നിഫിംഗ് ഡോഗുകൾ എത്തുന്നു, ഡ്രോൺ സംവിധാനം എത്തുന്നു. അങ്ങനെ ഇവിടെ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥ ഈ തിരച്ചിലിന് ചെറിയ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ജലനിരപ്പ് ഉയരുന്നു. മാത്രമല്ല, ഈ ചേറ്, ഇവിടെ അടിഞ്ഞിരിക്കുന്ന മരങ്ങൾ നീക്കുന്നു, അതിനിടയിലുള്ള ഈ ചേറ്, അങ്ങനെ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലായിരുന്നു ഈ ഒരു രക്ഷാദൗത്യം എന്നുള്ളതും എടുത്തു പറയണം. പല ഘട്ടങ്ങളിലായി ഈ മഴ ഇവിടെ ഒരു പ്രതിസന്ധി തീർത്തിരുന്നു. കാരണം രക്ഷാപ്രവർത്തകർക്ക് ഒരു അപകടകരമായ രീതിയിൽ തന്നെ ഇവിടുത്തെ മഴ ഉയരുന്നു. സമീപത്തോട് ചേർന്നുള്ള തോടിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നു. ഇതൊരു ചെറിയ ആശങ്കയാകുന്നു. അങ്ങനെ
ഇന്നത്തെ ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. കാരണം വെട്ടക്കുറവുണ്ട്, ഇനി അങ്ങോട്ട് മഴ ശക്തിയാകും എന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല ഈ JCBയുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെ